ഞാനും എൻ്റെ ആളും ആ 40 പേരും. 40 ഇവിടെ ഈ ക്യാമ്പസിൽ കാളിദാസിനെയും കൂട്ടരെയും കാണാൻ കാത്തിരുന്നത് 400-ലേറെ പേരാണ്. താരത്തിനൊപ്പം സംവിധായകൻ എബ്രിഡ് ഷൈനും പൂമരം പാട്ടുപാടിയ ഫൈസൽ റാസിയും എത്തിയതോടെ കോളേജിലെ അധ്യാപകരും ശിഷ്യന്മാരുമെല്ലാം ഒന്നിച്ചു പാടി, അല്ല ഒന്നിച്ചാവേശത്തിലായി. ഇതേ ക്യാമ്പസിൽ അമ്മ പാർവതി അഭിനയിച്ച തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിന്റെ ഓർമ്മകളാണ് കാളിദാസ് കേരളവർമ്മ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് പിന്നെ പങ്കുവച്ചത്. ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം 25 വർഷത്തിന് മുമ്പാണ് എൻ്റെ അമ്മയുടെ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഒരു ഷൂട്ടിങ്ങിന് വന്നത്. അപ്പോൾ അതേ മണ്ണിൽ എനിക്കും കാലുകുത്താൻ പറ്റിയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തുടർന്ന് ഫൈസൽ റാസിയുടെ വകയായി എല്ലാവരും കാത്തിരുന്ന പൂമരം പാട്ടെത്തിയതോടെ എല്ലാവരും ഒന്നിച്ചു പാടി. യുവജനോത്സവത്തിന്റെ മുഴുവൻ ആവേശവും ക്യാമ്പസിൽ നിറഞ്ഞതോടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന പൂമരം സിനിമയ്ക്കായി ഏതാനും രംഗങ്ങൾ കൂടി ഇവിടെ ചിത്രീകരിക്കാൻ സംവിധായകൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ക്യാമ്പസ് ഒന്ന് കാണും, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ഇവിടുത്തെ കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് എനിക്ക്. ഇവിടുന്ന് ക്യാമറ പുറത്തു വെച്ചിട്ട് ഒന്നുമില്ല, നിങ്ങൾ കുട്ടികൾ നടക്കുന്നതിനിടവഴി നിങ്ങളിലൊരാളായിട്ട് കാളിദാസനും നടക്കും. അങ്ങനെ പൂമരം പാട്ടിനൊപ്പം കേരളവർമ്മയെയും കുട്ടികളെയും സിനിമയിലെടുത്താണ് അണിയർ പ്രവർത്തകർ ക്യാമ്പസ് വിട്ടത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.